എൻ്റെ അമ്മ ഇന്നലെ ഒരു +2 കുട്ടീനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ എന്നെ കാണലോ ഓൾമോസ്റ്റ് കരയാനായിട്ടുണ്ടായിരുന്നു. സാറേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഫുള്ള് കൈവിട്ട് പോയിട്ട് ഞാൻ മോളെ കരയാണ്ട് ടെൻഷൻ അടിക്കാണ്ട് കാര്യം പറയാമെന്ന് പറയുമ്പോൾ സംഭവം സത്യമല്ലേ. അതായത് ആകെ മൊത്തം കുഴഞ്ഞ് കിടക്കുകയാണ്. +2 മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല, +1 ഇമ്പ്രൂവ്മെൻറ്റ് കുറേ എടുത്തിട്ടുണ്ട്, അതിപ്പം അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിപ്പോൾ എങ്ങനെ പഠിക്കണം എന്നറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ലാബ് കാരണം വേറെ ഒന്നിനും സമയം കിട്ടുന്നില്ല. ഇനി ക്രിസ്മസ് എക്സാം വരുന്നുണ്ട്, പിന്നെ മോഡൽ, അതിൻ്റെ ഇടയ്ക്ക് എന്താ എൻട്രൻസ് നോക്കണമെന്നുണ്ട്. ഇപ്പം അവൾ കൊമേഴ്സാണ്, CA പോകണം എന്നാണ്, അതിൻ്റെ പ്രിപ്പറേഷൻ എന്തെങ്കിലും ചെയ്യണോ. അപ്പം സയൻസുകാരുടെ അവസ്ഥ എന്തായിരിക്കും, നീറ്റ് വേണോ, ജെയ് വേണോ, CUET വേണോ, ആകെ മൊത്തം പ്രശ്നങ്ങളല്ലേ. ഇത് +2 സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഒരുവിധം എല്ലാ മക്കളുടെ അവസ്ഥ ഇത് തന്നെയല്ലേ. ഇതിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടിട്ട് ലൈഫ് ഒന്ന് സെറ്റാക്കണം എന്നുള്ള ആഗ്രഹമുള്ള മക്കളാണെങ്കിൽ അടുത്ത 5 മിനിറ്റ് നിങ്ങൾ വീഡിയോ അവസാനം വരെ ഒന്ന് കണ്ടു. ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു കോൺഫിഡൻസും കാര്യങ്ങളും കിട്ടും. അവിടെ ഞാൻ പറഞ്ഞ സാധനമില്ലേ, ലൈഫ് സെറ്റാക്കുക. ശരിക്ക് നിങ്ങളൊക്കെ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. ഇനിയിപ്പോൾ എന്ത് ചെയ്താലാണൊന്ന് മൊത്തം ഒന്ന് ലെവലാവുക എന്നൊക്കെ ഉള്ളത് അല്ലേ. റെഡിയല്ല. അപ്പം അതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ ഇതൊരു ബെസ്റ്റ് ടൈമാട്ടോ. അതായത് ഏറ്റവും ആദ്യം നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെങ്കിലും ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഫസ്റ്റ്. എടാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? 2 വർഷം മുമ്പ് SSLC ആയിരുന്നു അല്ലേ. ആ SSLC നിങ്ങൾ ഒരു പരിധി വരെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മറിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പം അതിലും വലിയ ചലഞ്ചാണ് +2 നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അല്ലേ. ആൻഡ് ഇതിങ്ങനെ കൂടിക്കൂടി വരികയുള്ളൂ. പക്ഷെ എന്താണ്, ഒരൊറ്റൊന്ന് നിങ്ങൾ വൃത്തിയിൽ അങ്ങോട്ട് പ്ലാൻ ചെയ്താൽ പിന്നെ ഒരു ചലഞ്ചും എന്തുണ്ടാവില്ല, നിങ്ങളെ പേടിപ്പിക്കൂല, നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കൂല. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ് സംഭവം പ്രശ്നമാണ്, ക്രിസ്മസ് എക്സാം ഉണ്ട്, ലാബ് കൊണ്ട് വേറെ ഒന്നിനും സമയമില്ല, +2 എക്സാം ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് എന്താണ് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്, എനിക്ക് നീറ്റ് ആഗ്രഹം ഉണ്ടല്ലേ, ജെയ് ഉണ്ടല്ലേ, കീമുണ്ട്, CUET ഉണ്ട്, അതൊക്കെ എന്ത് ചെയ്യണം, ശരിയാക്കണം. പക്ഷെ എന്നാലും എന്താണ്, ഞാൻ ശരിയാക്കും. ഏറ്റവും അവസാനം +2 മാർക്ക് വരുമ്പോഴും കീം റിസൾട്ട് വരുമ്പോഴും ഒക്കെ എന്തായിരിക്കും, എനിക്ക് നല്ല മാർക്കിലേക്ക് ഞാൻ എത്തും. അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് അങ്ങ് ഉണ്ടാക്കാം. ഓക്കെ സാർ, അത് ഭയങ്കര എളുപ്പം. ആ മൈൻഡ് സെറ്റൊക്കെ എനിക്ക് ഉണ്ടാക്കുന്നതിന് ഒരു പ്രശ്നം. പക്ഷേ എങ്ങനെ ഇപ്പോൾ ശ്രമിക്കുക? അതിന് സിമ്പിളായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ അതായത് ഈ തിങ്കളാഴ്ച രാത്രി 7 മണിക്ക് എന്തുണ്ട്, ക്രിസ്മസ് എക്സാം എങ്ങനെ സെറ്റാക്കാം എന്നുള്ള ഒരു കിഡിലൻ പ്ലാനുമായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത്, നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഉറപ്പായിട്ട് നിങ്ങളതൊന്ന് കാണുക. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ റൈറ്റ് ടൈമാണ്. കാരണം ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകണല്ലേ, 10-ാം തീയതി എങ്ങനെയാണ് നിങ്ങൾക്ക് തുടങ്ങുന്നത്. ഇന്ന് ഡിസംബർ ആയി കഴിഞ്ഞു. ഇനി അടുത്തൊരു 10 ദിവസം നല്ല വൃത്തിയിൽ നിങ്ങൾ പഠിക്കും. കാരണം എന്താ, നിങ്ങൾക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം ആ 10 ദിവസമാണ് എന്ത്, ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ളത് അല്ലെങ്കിൽ ലൈഫ് സെറ്റാക്കാനുള്ളതിൻ്റെ തുടക്കം. കാരണം ഇതിപ്പോൾ ഒരു നവംബറിലൊക്കെയാണ് പറഞ്ഞെങ്കിൽ ഇനിയും കുറേ ദിവസമല്ലേ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ വിചാരിക്കില്ല. അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സ്ഥിതിയിലെത്തിയത്. പക്ഷെ ഇനി അങ്ങോട്ട് നിങ്ങൾ പഠിക്കും. അപ്പോൾ ആ പഠിക്കലാണ് അടുത്ത സ്റ്റെപ്പ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങളൊരു ആക്ഷൻ എടുക്കണം. അതായത് ആഗ്രഹിച്ചിട്ട് സ്വപ്നം കണ്ടിട്ടൊന്നും കാര്യമില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലേ. അതായത് ഇനി അങ്ങോട്ടുള്ള രാത്രികൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാനിരിക്കുക. വേറെ ഒന്നിനല്ല, ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ മാക്സിമം മാർക്ക് നിങ്ങൾ വാങ്ങുമെന്നുള്ള രീതിയിൽ പഠിക്കുക. രാത്രിയും ഏർലി മോർണിംഗ് ഒക്കെ പഠിക്കണം എന്നാണ്. പക്ഷേ ഏർലി മോർണിംഗ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. രാത്രി 7 മുതൽ 10 വരെ വെറുതെ, അതിപ്പം നമ്മുടെ ലൈവ് ബെസ്റ്റ് ഓപ്ഷനാണ്. അതായത് ഞാൻ 100% കോൺഫിഡൻസോട് കൂടി പറയാൻ പറ്റും, കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് +2 കുട്ടികൾക്ക് എജ്യൂ പോർട്ടൽ പഠിച്ച കുട്ടികൾക്കാണ് എന്ത് റിസൾട്ട് കിട്ടിയത്. ആ സെയിം ടീച്ചേഴ്സാണ് യാസീൻ സാറും ബിലാൽ സാറും സുഹൈൽ സാറൊക്കെയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നിങ്ങളെ സയൻസ് എടുക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ എന്താണ്, ലിബാൻ സാറും സെൽസബീൽ സാറും നാഫി സാറും സഹൽ സാറൊക്കെയാണ് കൊമേഴ്സും ഹ്യൂമാനിറ്റീസ് എടുക്കാൻ പോകുന്നത്. അവരൊക്കെ കൂടെ എന്ത് തരും, നിങ്ങൾക്ക് ബെസ്റ്റ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഇതുവരെ കാര്യമായിട്ട് നോക്കിയില്ല, ചില പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് മിസ്സിംഗ് ഒക്കെ ഉണ്ടാവും. സാറിൽ എന്നാൽ എന്ത് ചെയ്യുക, ലൈവ് അവസാനം വരെ കാണുക, അവിടെ ഇരിക്കുക, കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ട് ആ ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കാം. ആൻഡ് ക്രിസ്മസ് എക്സാം എഴുതി കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു മാർക്ക് ഉണ്ടാവും, എനിക്ക് ഫിസിക്സിൽ 60-ൽ ഒരു 35 മാർക്ക് 40 മാർക്കൊക്കെ കിട്ടിയാൽ മതി എന്നുള്ളത്. അതൊരു 45 മാർക്കായി കഴിഞ്ഞാൽ മക്കളെ വൻ കോൺഫിഡൻസ് ബൂസ്റ്റ് ആയിരിക്കും. ആ കോൺഫിഡൻസിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, നമ്മൾ ജനുവരി മുതൽ വീണ്ടും പഠിച്ചു തുടങ്ങും. സമയം കൃത്യമായിട്ട് എന്ത് ചെയ്യും, കൃത്യമായി പ്ലാൻ ചെയ്ത് പഠിച്ചു തുടങ്ങും. നല്ല മാർക്കിലേക്ക് എത്തിക്കാനും പറ്റും. ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. നിങ്ങളിപ്പോഴും മനസ്സിലാക്കേണ്ടത്, ആ ഇമ്പ്രൂവ്മെൻറ്റിലെ 3 വിഷയങ്ങൾക്കും ഫുൾ മാർക്കും +2-ലെ 6 വിഷയങ്ങൾക്കും നല്ല മാർക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്തായിരിക്കും, നിങ്ങളുടെ സ്കോർ 1200 1100 മുകളിലായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ആ സ്കോറിനേക്കാളുപരി നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്.
അതിനുശേഷം കീം ക്രാഷ്, നീറ്റ് ക്രാഷ്, ജെഇ ക്രാഷ്, CUT ക്രാഷൊക്കെ ആയിട്ട് നല്ല സ്ഥാപനങ്ങളിലേക്ക് പഠിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. അതിൻ്റെ ഒക്കെ തുടക്കം എവിടെയാടാ? തുടക്കം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞ മൈൻഡ് സെറ്റ് നിങ്ങളൊന്ന് സെറ്റ് ചെയ്യാം. വിട്ടുകൊടുക്കരുതടാ, വിട്ടുകൊടുക്കരുത്. എന്താ അവറാച്ചാന്നാണോ പറയല്? വിട്ടുകൊടുക്കരുത് അവറാച്ച. മൈൻഡ് സെറ്റ് മാറ്റുക. ആൻഡ് രണ്ടാമതായിട്ട് ഇനി അങ്ങോട്ടുള്ള രാത്രികളൊന്ന് പഠിച്ചു തുടങ്ങി ഇന്ന് മുതൽ എന്ത് ചെയ്തോ തുടങ്ങിക്കോടാ. ഇന്ന് മുതൽ തുടങ്ങുക. നല്ല മാർക്കിലേക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും. ക്രിസ്മസ് എക്സാമിന് മാത്രമല്ല, +2-നും ഇമ്പ്രൂവ്മെൻറ്റിനും എൻട്രൻസ് എക്സാമുകളിലൊക്കെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഫയർ അടിക്കടാ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കുന്നുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാകും. ആൻഡ് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആൻഡ് മാക്സിമം നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. മക്കളെ, +2 എന്ന് പറയുന്നത് ഇനിയും അവസാനിച്ചിട്ടില്ല. 4 മാസം കൂടെ നിങ്ങളെ മുന്നിലുണ്ട്. 4 മാസം ലൈഫ് മാറ്റിമറിക്കുക തന്നെ ചെയ്യും. സോ വേഗം മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.